ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ. അങ്ങനെ ഏതായാലും നമ്മുടെ കഥ ആകാംക്ഷപൂർവ്വം തന്നെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി എല്ലാ സത്യങ്ങളും അറിഞ്ഞ് ചങ്ക് തകർന്ന് നിൽക്കുന്ന നമ്മുടെ ലക്ഷ്മി ഒരു സ്ത്രീയും സഹിക്കുന്ന കാര്യമല്ല അവിഹിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ക്ഷമിക്കാനും പൊറുക്കാനോ ഒന്നും നമ്മുടെ ലക്ഷ്മിക്ക് പറ്റില്ല. ഇനി ലക്ഷ്മി അത് പൊറുക്കുകയോ ക്ഷമിക്കുകയോ എന്നൊക്കെ നമുക്ക് ഏതായാലും ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞ് പരമ ബോറാക്കുന്നില്ല, നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് അങ്ങ് കിടക്കാം. അങ്ങനെ ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ ലക്ഷ്മി രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്മിയോട് പറയുകയാണ്, ഗൗതം തന്നെയാണ് ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛനെ, അതായത് അമ്മയുടെ ഭർത്താവിനെ അമ്മയ്ക്ക് ഉപേക്ഷിക്കാനും പറ്റുമോ എന്ന ഒരു ചോദ്യമാണ്. ആ ഒരു ചോദ്യത്തിന് മുന്നിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്മി പകച്ചു പോകുന്നുണ്ട്. ഒന്ന് അടി പതറി ഒന്ന് തെറ്റ് നിൽപ്പുണ്ട് എങ്കിലും പറയുന്നുണ്ട്. നമ്മുടെ ലക്ഷ്മി തന്നെയാണ് പറയുന്നത്, ഒരു ഭർത്താവ് എന്ത് തെറ്റ് ചെയ്താലും ഒരു പെണ്ണ് ക്ഷമിക്കും, സഹിക്കും. അതെന്തു ആയിക്കോട്ടെ, ചിലപ്പം നമ്മളെ കൊല്ലുന്ന രീതിയിൽ വരെ ആക്കിയാലും അത് ഞാൻ സഹിച്ചേനെ. എന്നെ എന്ത് ക്രൂരത ചെയ്താലും ഞാനത് സഹിച്ചേനെ. പക്ഷേ ഇതൊരിക്കലും ഒരു സ്ത്രീയും സഹിക്കുന്ന കാര്യമല്ല. ആ ഒരു സ്ത്രീയിൽപ്പെട്ട സ്ത്രീ തന്നെയാണ് ഞാനും. അതുകൊണ്ട് ഇത് സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും മാത്രമുള്ള വിശാല ഹൃദയമൊന്നും എനിക്കില്ല. അത് നിനക്കുണ്ടാകും. കാരണം നിൻ്റെ അച്ഛനാണ്, നീ ആ അച്ഛൻ്റെ രക്തമാണ്. അതുപോലെ തന്നെ നിനക്കൊരു പുതിയ അവകാശം കൂടെയാണല്ലോ വന്നിരിക്കുന്നത്. ആ അവകാശം നിനക്ക് തോന്നും, കാരണം നിൻ്റെ രക്തവും തന്നെയാണ്. നിങ്ങളെല്ലാം ഒരു രക്തമാണ്. ഇപ്പം ഈ ഞാനാ ആർക്കും വേണ്ടാത്തവളായിട്ട് തീർന്നിരിക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ അമ്മ നിനക്ക് ചിലപ്പോൾ ഒന്നും അല്ലായിരിക്കും, പക്ഷേ അച്ഛൻ നിനക്ക് എല്ലാം ആയിരിക്കും. എന്നിരുന്നാലും തെറ്റല്ലാതാവുന്നില്ല. ക്ഷമിക്കില്ല, ആരോടും ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വേറൊന്നുമല്ല, എല്ലാവരും കൂടെ എന്നെ പറ്റിച്ചു, എന്നെ പൊട്ടിയാക്കി. ആ പൊട്ടിയാകാനുള്ള കാരണക്കാരി ആരാണെന്നറിയാമോ? ഈ ഞാൻ തന്നെയാ. കാരണം എൻ്റെ കുടുംബത്തെ ഞാൻ സ്നേഹിച്ചു. എൻ്റെ ഭർത്താവ് എന്നെ തള്ളി പറയുമ്പോഴും അംഗീകരിക്കാതിരിക്കുമ്പോഴും ഒക്കെ എൻ്റെ ഭർത്താവ് എന്ന സ്ഥാനം അത് ഞാൻ കൊടുത്തു, ഞാൻ ബഹുമാനിച്ചു. അദ്ദേഹത്തെ ഞാൻ ഇച്ചിപ്പോന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നെ ഇത്രമാത്രം ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എൻ്റെ ഭർത്താവ് എന്നെ ചതിച്ചതിലും വേദന, ഗൗതം നീ എന്നെ ചതിച്ചു. നീ ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറയണമായിരുന്നു. ഒരമ്മയോട് സ്നേഹമുള്ള ഏതൊരു മകനും പൊറുക്കുന്ന കാര്യമല്ല, അച്ഛനോട് പൊറുക്കില്ല. പക്ഷേ നിനക്ക് നിൻ്റെ അച്ഛനായിരിക്കും വലുത് അമ്മയെക്കാളും. അതുകൊണ്ടായിരിക്കും നീ എല്ലാം പൊറുത്തതും സഹിച്ചതും ക്ഷമിച്ചതും. അതുകൊണ്ട് ഞാൻ പറയാം, എനിക്കിനി ഒന്നും സംസാരിക്കാനില്ല. എനിക്ക് ആരോടും ഒന്നും വിശദീകരിച്ച് പറയാനുമില്ല. ഞാൻ പോകുക എന്നും പറഞ്ഞുകൊണ്ട് ഓടി അങ്ങോട്ട് പോകുകയാണ് കേട്ടോ. റൂമിലേക്ക് ഓടിപ്പോയി ഗൗതം നന്ദ പുറകെ ഓടിയതും നമ്മുടെ ലക്ഷ്മി ആ റൂം വലിച്ചടച്ചു. പേടിച്ചു വിറച്ച് നിൽക്കുന്ന ഗൗതമാണെങ്കിൽ, അമ്മേ വാതിൽ തുറക്കമ്മേ, അമ്മേ ഞാനൊന്ന് പറയുന്നത് കേൾക്കമ്മേ, ഒരിക്കലും അമ്മേനെ ചതിക്കാൻ കൂട്ടുനിന്നവനല്ല ഞാൻ എന്ന് ഒച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന നമ്മുടെ പിങ്കിയുടെ മുഖത്തെ ആ ഒരു പുച്ഛഭാവം കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു കീറി ഒട്ടിക്കാൻ തോന്നും കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, പിങ്കി ഒരുത്തി കാരണമാണ് അത്രയും പ്രശ്നം അവിടെ ഉണ്ടായത്. നന്ദയും കുറേ വിളിക്കുന്നുണ്ട്. ഏതായാലും നന്ദ വിളിച്ചിട്ടും ലക്ഷ്മി വാതിൽ തുറക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഇവിടുത്തെ ഒച്ചപ്പാടും ബഹളവും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗാഥയും ഗാഥയുടെ അമ്മയും അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗാഥ പറഞ്ഞു, അമ്മേ നമുക്ക് പോവാം അമ്മ, ഇവിടെ നിന്ന് കഴിഞ്ഞ് ഇനി ശരിയാവില്ല. വേണ്ട, നമുക്കൊന്നും വേണ്ട. എനിക്ക് അച്ഛനും വേണ്ട, ആരും വേണ്ട. എനിക്ക് എൻ്റെ അമ്മേനെ മാത്രം മതി. നമുക്ക് പോകാം. വേറൊരാളുടെയും കണ്ണുനീര് വീഴ്ത്തിയിട്ട് നമുക്കിവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, മോളെ, അല്ലെങ്കിലും ഞാൻ ഒരിക്കലും നിൻ്റെ അച്ഛനെ തേടി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ മോൾക്കൊരു ജീവിതം, മോളുടെ അച്ഛൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ മോൾക്ക് ഒരാൾ, അതുമാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. അല്ലാതെ എനിക്കൊരു ജീവിതം അതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ല. അത് ആരുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. അയാൾക്ക് എന്നൊരു ഭാര്യ ഉണ്ടെന്നറിഞ്ഞോ അന്ന് ഞാൻ അയാളെ വെറുത്തതാ. പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ട് ആ മേഡം വിശ്വസിക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞാൽ നമ്മളിപ്പം വലിയ തെറ്റുകാർ തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്ന് പോകണം, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് തന്നെ നമ്മുടെ ഗാഥയും ഗാഥയുടെ അമ്മയും കൂടെ ആ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ്. ഇതേ സമയം പിങ്കി ഇതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണല്ലോ. അങ്ങനെ നമ്മുടെ പിങ്കിയുടെ അടുത്തേക്ക് ഗൗതം അങ്ങോട്ട് ചെന്നു.
കാരണം ഗൗതം വെറുതെ വിടില്ല പിങ്കിനെ. ഇനി പിങ്കിയുടെ കഷ്ടകാലമാണെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. കാരണം നമ്മുടെ ഗൗതം വെല്ലുവിളിച്ചിരിക്കുകയാണ്, നീ ഈ കാണിച്ചതിനുള്ള പ്രതിഫലം നിനക്ക് ഞാൻ മേടിച്ച് തന്നിരിക്കും. കാരണം നീ തകർക്കാൻ നോക്കിയത് എൻ്റെ അമ്മയെയും അച്ഛനെയും ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബത്തെയുമാണ്, നിൻ്റെ ഒരേ ഒരു വാശി കൊണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക, ഈ ലോകത്തിൽ നിന്നെപ്പോലെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. വഴിയിൽ കൂടി പോകുന്ന തെരുവ് പട്ടിയുടെ വില പോലും നിനക്ക് ഞാൻ ഇനി തരില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ പിങ്കി പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വില തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ എന്നെ അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാനിവിടെ നിന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾ എന്നെങ്കിലും എന്നെ തിരിച്ചറിയുമെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ ഈ പിങ്കിയെ നിങ്ങൾ ഇതുവരെ തിരിച്ചറിയാൻ ശ്രമിച്ചിട്ടില്ല. ഈ പിങ്കിയുടെ മനസ്സും മരവിച്ച് കിടന്നപ്പോൾ നിങ്ങളാണ് ആ മരവിപ്പിക്കൽ മാറ്റി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എന്നിട്ട് എന്നെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പോയി. എന്നിട്ട് ഇവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നു. അപ്പോഴും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു, അതും ഒരു ഭാര്യയായിട്ടും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ നിങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ എനിക്ക് എത്ര വില തന്നാലും എന്ത് തന്നാലും എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, ഈ പിങ്കി ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് പിങ്കി കലിതുള്ളി അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പിങ്കി അവിടെ നിൽക്കാൻ പറഞ്ഞു. പിങ്കി അങ്ങനെ അവിടെ നിന്നു. നന്ദ ചെന്നിട്ട് പറഞ്ഞു, നീ എന്താ ഇപ്പം കാണിച്ചതെന്നറിയാമോ? ഈ കുടുംബത്തെ നീ തകർക്കാനേ നോക്കിയത്. ഇതിനുള്ള കണക്ക് നിനക്ക് പുറകെ കിട്ടൂടി, പുറകെ വരുന്നുണ്ടടി. അത് മാത്രം നീ കണക്കാക്കിക്കൊണ്ടാൽ മതി. പിന്നെ ഒരിക്കലും എൻ്റെ ഭർത്താവ് നിൻ്റെ ഭർത്താവാകാൻ പോകുന്നില്ല. നിൻ്റെ അതിമോഹമാണ് ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണെന്ന് നിനക്കറിയാമോ? ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പം, എന്തൊക്കെ നടന്നില്ലെങ്കിലും എനിക്ക് ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, നിന്നെ ഈ വീട്ടിൽ നിന്ന് വെളിയിലാക്കണം. അതിനുവേണ്ടി നിൻ്റെ അമ്മായിയമ്മേനെ നിനക്കെതിരായിട്ട് തിരിക്കണം. അതിനുവേണ്ടി തന്നെയാണ് ഈ പിങ്കി ഇത്രയൊക്കെ ചെയ്തതെങ്കിൽ ബാക്കി ഈ പിങ്കിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് പിങ്കി അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം നന്ദയോട് പറഞ്ഞു, ഇനി നോക്കി നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അമ്മ ചിലപ്പോൾ എന്താ ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയെ ഡോറ് തുറക്കെന്ന് പറഞ്ഞ് കൊട്ടി നമ്മുടെ നന്ദയും ഗൗതവും അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി ഡോറ് തുറന്നിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു തുണ്ട് കയറിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമൊന്നുമില്ല. അത്രയ്ക്കൊന്നും അടിപതറി പോയിട്ടില്ല ഈ ലക്ഷ്മി ഈ വീട്ടിൽ തന്നെ താമസിക്കും, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഈ വീട്ടിൽ. പക്ഷേ ഗാഥ എന്ന് പറയുന്ന അവളും അവളുടെ തള്ളയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇനി എൻ്റെ ആജന്മ ശത്രുക്കളിൽ 2 പേരായിരിക്കും, എൻ്റെ മകനും എൻ്റെ മരുമകളും. ഇനി നീ എൻ്റെ മകളല്ല, ഇനി നീ എൻ്റെ മരുമകൾ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് അങ്ങ് പോയി. ഏതായാലും ആ കുടുംബത്തിൽ അങ്ങനെ നമ്മുടെ ഇന്ദീവരം തറവാട്ടിനെ ആകെ ആട്ടി ഉലച്ചുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രശ്നത്തിൻ്റെ സമയത്താണ് ആ വീട്ടിലേക്ക് വരുന്നത് നമ്മുടെ അരുന്ധതിയും അതുപോലെ പുതുമുഖമായ നമ്മുടെ അരുന്ധതിയുടെ അനിയത്തിയും. ഏതായാലും അരുന്ധതിയുടെ അനിയത്തിയുടെയും കൂടെ വേറൊരാളും കൂടെ വരുന്നുണ്ട്, നമ്മുടെ മഹേശ്വരൻ. ഏതായാലും മഹേശ്വരൻ വന്നിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും നടക്കുക, അതൊരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ അരുന്ധതിയുടെ അനിയത്തിയും തിരിച്ചു വന്നത് എന്തിനാണ്, അരുന്ധതിയുടെ അനിയത്തിനെയും കൂട്ടി അരുന്ധതി തിരിച്ചു വന്നത് എന്തിനാണ്? ഇനിയിപ്പം അരുന്ധതിയുടെ അനിയത്തി നമ്മുടെ പിങ്കിയുടെ സൈഡിൽ നിൽക്കുമോ നന്ദയുടെ സൈഡിൽ നിൽക്കുമോ, അതോ ഇനിയിപ്പം നമ്മുടെ അരുന്ധതിയിനേക്കാൾ മേലെ എന്താ പറയുക, അത്രയ്ക്കും ക്രൂര മനസ്സുള്ള ഒരു സ്ത്രീയാണോ? എന്തൊക്കെയോ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഏതായാലും ഇന്ദീവരം തറവാട് ആടി ഉലഞ്ഞു തുടങ്ങി. ഇനി ആ ആടി ഉലയിൽ കൂടിക്കൊണ്ടേ വരാൻ പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പം നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവിലൂടെയാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നാളെ നമ്മുടെ അരുന്ധതിയുടെ അനിയത്തിയും വന്ന ആ ഒരു എപ്പിസോഡ് തീരുകട്ടോ ചെയ്യുന്നത്. വരുന്നതേ വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മുടെ അരുന്ധതി വരുന്നത്. അതുപോലെ അരുന്ധതിയുടെ അനിയത്തി വരുന്നു, ഭയങ്കര സന്തോഷമൊക്കെയാണ് കേട്ടോ. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതെയോ ഇനി ഈ വിവരം വേറെ ആരും അറിയില്ല എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, നമ്മുടെ ഗാഥയുടെ ജീവിതം എന്താകും, ഗാഥ ആ വീട്ടിൽ ഇനി താമസിക്കുമോ, അതോ ഇനിയിപ്പം ഗാഥയുടെ അമ്മയുമായിട്ട് പഴയ ആ ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ നമുക്ക് എപ്പിസോഡ് കിട്ടുകയാണെങ്കിൽ വരാം, ഇല്ലെങ്കിൽ നാളെ വൈകിട്ടായിരിക്കും വരുന്നത്. എപ്പോഴും വൈകിട്ടാണ് ഇപ്പം നമുക്ക് എപ്പിസോഡ് കിട്ടാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ പുതിയ ചാനലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്.
നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മളൊരു പോസ്റ്റ് കൊടുത്തേക്കാം, ചാനലിൽ ലിങ്ക് വിട്ടേക്കാം. അപ്പം എല്ലാവരും ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഫാമിലി വ്ളോഗൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.